നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പത്മകുമാർ. എന്നോടൊപ്പം ഉള്ളത് VKR മോഹൻ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഉന്നയിച്ച ചില പ്രശ്നങ്ങളാണ്. അതായത് വീണ ജോർജിനെ ഇട്ട് അലക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടത്. വീണ ജോർജിനോട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറയുന്ന രീതിയിലാണ് കണ്ടത്. സാർ ഇന്നലത്തെ ചർച്ച കണ്ടിരുന്നല്ലോ. സാർ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയുമോ? ആദ്യം പറയാം, ഈ നാഡീ ജ്യോതിഷം എന്ന് പറഞ്ഞ ഒരു കലാപരിപാടിയുണ്ട്. അതിൻ്റെ ചന്ദ്രേട്ട എന്നൊക്കെ പറഞ്ഞ എവിടെയാണെന്ന് ചോദിച്ചത് ദിലീപിൻ്റെയൊക്കെ തന്നെ സിനിമയുണ്ട്. നാഡീ ജ്യോതിഷക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവർ നമ്മളെ മുൻ ജന്മത്തിൽ ആരായിരുന്നെന്നും പരസ്പര ബന്ധം എന്തായിരുന്നു ഇത്തരം കാര്യങ്ങൾ പറയും. പിണറായി വിജയൻ പോയി ഒരു നാഡീ ജ്യോതിഷക്കാരനെ കണ്ടു കഴിഞ്ഞാൽ, കൊള്ളാവുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിണറായി വിജയൻ്റെ മുൻജന്മ ശത്രുവായിരുന്നു വീണ ജോർജ് എന്ന് ഉറപ്പ് പറയും. എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. അങ്ങനെ സംഭവിക്കാം. കാരണം അവർ ചെയ്ത എല്ലാ പണികളും നല്ലതും ചീത്തയും, നല്ലതെന്ന് പിണറായി വിജയൻ വരെ വിചാരിക്കുന്ന കാര്യങ്ങൾ വരെ ഒരു തരത്തിലുള്ള മറ്റൊരു തരത്തിൽ പിണറായി വിജയന് പാരയായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം പിണറായി വിജയനെ അറിയുന്നില്ല. പിണറായി വിജയനെ ഇങ്ങനെ ചെവിയും മൂക്കും കാതും എല്ലാം അടച്ചു പിടിച്ച് കുറേ ആൾക്കാർ കൊണ്ടുനടക്കുകയാണ്. ഈ കണ്ണ് കെട്ടി കൊണ്ടു നടക്കുന്ന കുതിരയുടെ കൂട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ് പിണറായി വിജയന് ഇത് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ വീണ ജോർജ് സ്തുതി പാടുമ്പോൾ ഞങ്ങൾക്ക് ക്യാപ്റ്റനുണ്ട്, ആ ക്യാപ്റ്റൻ കപ്പൽ മുങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞ് പിണറായി വിജയൻ അങ്ങ് പുകഴ്ത്തി പാടുമ്പോൾ അത് കപ്പലിനൊരു ക്യാപ്റ്റനുണ്ട് വീണ ജോർജ് പുകഴ്ത്തി പാടുമ്പോൾ അതിൽ അഭിരമിച്ച് സന്തോഷിക്കുന്ന കൃതാർത്ഥനാകുന്ന പിണറായി വിജയനാണ് നമ്മൾ കാണുന്നത്. കാരണഭൂതനാണെന്ന് പറയുമ്പോൾ അപ്പോഴും പിണറായി വിജയൻ സ്വയം കൈയടിക്കും. ആരും കൈയടിച്ചിരിക്കും, സ്വയം കൈയടിക്കും. ആ രീതിയിലേക്ക് പിണറായി വിജയനെ മാറ്റിയെടുത്തതിലെ പ്രധാന പങ്കുകാരിൽ ഒരാൾ, ഒരുപക്ഷെ ബ്രിട്ടാസിനേക്കാൾ ഒരുപടി മുമ്പിൽ തന്നെ കൂട്ടാം, ശ്രീമതി വീണ ജോർജാണ് എന്ന് നിസ്സംശയം പറയേണ്ടി വരും. തൊട്ടതെല്ലാം സെക്ഷനും പരാജയപ്പെടുകയാണ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും. ഇപ്പം നിങ്ങൾ കേരള ആരോഗ്യ കേരളത്തിൽ ഒന്നാമതാണ്. ഇന്നലെ ഉൾനാടൊരു കണക്ക് പറഞ്ഞു, 1913 പോലും, ഇന്ന് തിരുവിതാംകൂർ രാജ്യം ആരോഗ്യരംഗത്ത് യൂറോപ്പിൻ്റെ ഒപ്പം സ്റ്റാൻഡേർഡ് ഉള്ളതാണെന്ന് സർക്കാർ സമർപ്പിച്ച റിപ്പോർട്ടിൽ പോലും പറയേണ്ടി വരും. ഇനി ഒന്നും വേണ്ട, ഇവരുടെ ഒരു കാലഘട്ടത്തിൽ ഇപ്പം നിശബ്ദനായ ഗർജിക്കുന്ന സിംഹമായിരുന്ന എം സ്വരാജിൽ വിജയിച്ച തൃപ്പൂണിത്തുറ ജനറൽ ആശുപത്രിയിലാണ്. അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ധർമാശുപത്രി. അസുഖമായിട്ട് ചെല്ലുന്നവരെ ഫ്രീ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നൊരു പാരമ്പര്യം പണ്ട് കാലത്തെ കൊച്ചി തിരുവിതാംകൂർ രാജവംശങ്ങൾക്ക് പോലും ഉണ്ടായിരുന്നു. ആ സ്ഥാനത്താണ് ഇന്ന് ലക്ഷക്കണക്കിന് രൂപ കൊടുത്താൽ പോലും മരുന്നുമില്ല, മന്ത്രവുമില്ല, ഒന്നുമില്ല, പേപ്പർ ഡിവിഷത്തിന് പോലും മരുന്നില്ലാത്ത ഒരു ആശുപത്രി സംവിധാനത്തിൻ്റെ തലവയായിട്ടിരുന്നുകൊണ്ട് ഈ സ്ത്രീ ഗർജിക്കുന്നത് ഞങ്ങളുടെ ഗവൺമെൻറ് ഒന്നാമതാണ്, ജൽപ്പനങ്ങൾ ഞങ്ങൾ ഒന്നാമതെന്ന് പറയാണ്. പച്ചക്കള്ളം പറഞ്ഞതിൻ്റെ ഒരു മടിയില്ല. അത് കേൾക്കുമ്പോൾ കൈയടിക്കാൻ കുറേ MLA മാരുമുണ്ട്, പ്രതിപക്ഷത്തെ കുറേ MLA മാരുണ്ട്, കൈയടിക്കും. വീണ ജോർജിനെ പ്രോത്സാഹിപ്പിച്ചാൽ പിണറായിയുടെ നല്ല ഗുഡ് ബുക്കിൽ കയറുമെന്നുള്ള പ്രതീക്ഷയിലേക്ക് ഈ പാവ MLA മാരെ കൈയടിക്കുന്നത്. മറിച്ച് MM മണി പറയുന്ന ഭാഷയും വീണ ജോർജ് പറയുന്ന ഭാഷയും പരസ്പരം ഭാഷയ്ക്ക് വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും കണ്ടന്റ് ഒന്ന് തന്നെയാണ്. തറ കണ്ടന്റാണ് പറയുന്നത് രണ്ടുപേരും. MM മണിയുടെ ഭാഷാ പരിചയം കുറവോ, TV യിലുള്ള എക്സ്പോസർ കുറവോ, ദൂരദർശനിലോ ഇന്ത്യ വിഷനിലൊന്നും വർക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം MM മണി ഇത്തരം കുറച്ചുകൂടെ റഫായിട്ടുള്ള ഭാഷ ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു സുഹൃത്തിൻ്റെ ഒരു സന്ദേശം അയച്ചു, എനിക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്നൊന്നും ഒരു പരിചരണവും കിട്ടുന്നില്ല, ഞാൻ ഏതെങ്കിലും കാരണവശാൽ മരണപ്പെട്ടാൽ എൻ്റെ ഈ ശബ്ദ സന്ദേശം നിങ്ങൾ പുറത്തേക്ക് വിടണം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കരഞ്ഞുകൊണ്ട് പറയുന്നൊരു ഇതുണ്ട്, മരണമൊഴിയുണ്ട്. ആ മൊഴി പുറത്തു വന്നു. എന്നാൽ ഇവർക്ക് ഈ സ്ത്രീക്ക് അത് അതിനകത്തൊരു അബദ്ധം പറ്റിയെങ്കിൽ അവിടെ ആ വീട്ടിൽ ആലപ്പുഴ വഴി പോകുന്ന സ്ത്രീയാണ്. അവിടെ പോയിട്ട് ആ മരണപ്പെട്ടു പോയ ആ വിധവയായിരിക്കുന്ന ആ സ്ത്രീയെ ഒന്ന് പോയി നേരിട്ട് കണ്ട് അവരുടെ തോളിൽ തട്ടി എനിക്കിത് ഭയങ്കര ഖേദമുണ്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കിട്ടുന്ന ഒരു മൈലേജ് അവർ പോകുന്നുണ്ട്. അവരുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അവിടെ ഉണ്ടല്ലോ, സജീശ്വരനൊക്കെയുള്ള ജില്ലയല്ലേ, തൊട്ടടുത്തല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥിരം പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പാർട്ടി ജില്ലാ സെക്രട്ടറി ഉണ്ട്. അവർക്ക് ആർക്കെങ്കിലും പോകാം, മന്ത്രി വരും, നിങ്ങൾക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ പറയാനുണ്ടോ? നമ്മൾ സുരേഷ് ഗോപിയെ കളിയാക്കും. ഇങ്ങനെ ഒരു അവസ്ഥ കഴിഞ്ഞാൽ സുരേഷ് ഗോപി കാശ് കൊടുക്കും. അത് നമ്മൾ കളിയാക്കാണ്, വോട്ട് പിടിക്കാൻ വേണ്ടി കാശും കൊടുക്കുകയില്ല, ആനുകൂല്യങ്ങളും കൊടുക്കില്ല, ഒന്നും കൊടുക്കാതെ പ്രവർത്തിക്കുകയാണ് ഇവർ. പിന്നെ ഇവർക്ക് ഉള്ള കുഴപ്പം നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറയുമ്പോൾ ഒരു ചെറിയ ഗുണപരമായ മാറ്റം വീണ ജോർജിന് ഉണ്ടായിട്ടുണ്ട്. വീണ ജോർജിൻ്റെ കപ്പിത്താനും പിണറായി വിജയനും ഉണ്ടായിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഇതിനു മുമ്പ് ഇങ്ങനത്തെ ആരോപണങ്ങൾ പറയുമ്പോഴെല്ലാം ഒറ്റയടിക്ക് പറയും, ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്നുള്ള പ്രയോഗം ഇപ്പോൾ കുറഞ്ഞു. ഇപ്പോൾ പല സംഭവങ്ങളായതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റാതെ അത്ര ഒരു ഗുണപരമായ മാറ്റം വീണ ജോർജിന് ഉണ്ടായിട്ടുണ്ട്.
അപ്പോൾ ഞാൻ ചോദിക്കുന്നത് സാറേ, ഇവരെങ്ങനെയാണ് വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയുന്നത്? ഇതുപോലുള്ള മന്ത്രിപദം CPM-ലൊക്കെ കൊടിപിടിച്ച് രാഷ്ട്രീയമായി സ്കൂൾ രാഷ്ട്രീയത്തിൽ തൊട്ടേ വളർന്നു വന്ന SFIയിലൂടെ ഒക്കെ വളർന്നു വന്ന ധീരരായ നല്ല സഹാക്കളുള്ള ഈ ഇതിനകത്ത് എങ്ങനെയാണ് ഈ സഭയുടെ പേര് മാത്രം കൊണ്ടാണോ ഇവർ ഈ മന്ത്രിസ്ഥാനത്ത് ഇതേപോലെ ആരോഗ്യവകുപ്പ് പോലെ പ്രധാനപ്പെട്ട ഒരു വകുപ്പൊക്കെ കൈയാളാൻ കഴിയുന്നത്? അതോ എന്തെങ്കിലും പണത്തിൻ്റെ സ്വാധീനത്തുണ്ടോ സാർ? പണത്തിൻ്റെ സ്വാധീനമുണ്ട്. ഇവരുടെ സ്വാധീനം കൊണ്ട് മറ്റ് രണ്ട് നിയോജകങ്ങൾ ഇവിടെ ഇവരുടെ സഭയുടെ സഹായം കൊണ്ട് ജയിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ചില അനുകൂല ഘടകങ്ങളുണ്ട്. മാത്രമല്ല, ഇവരവിടെ ജയിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ കോൺഗ്രസ്സിലുണ്ടായിരുന്ന തമ്മിത്തല്ല്, അതാണ് മെയിൻ കാരണം. അന്തസ്സുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി യോജിപ്പിച്ച് മത്സരിച്ചിരുന്നെങ്കിൽ നിലം തൊടിയില്ല. പിന്നെ 2021 തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ കേരള വ്യാപകമായി കോൺഗ്രസ് UDF വിരുദ്ധ തരംഗം ഉണ്ടായിരുന്ന സന്ദർഭത്തിലാണ് ഇവർ മത്സരിച്ച് ജയിച്ച് മന്ത്രിയാകുന്നത്. അവിടെ മന്ത്രിസ്ഥാനത്ത് തള്ളിമാറ്റിയത് ആരെയാണ്? ഇവരടുത്ത മുഖ്യമന്ത്രിയാകാൻ കൊണ്ടുനടന്ന ശൈലജ ടീച്ചറെ ചവിട്ടി പുറത്താക്കിയിട്ടാണ് ഇവർ ആ കസേര കയറിയിരിക്കുന്നത്. ശൈലജ ടീച്ചറാണ്, മോശമല്ലായിരുന്നു, ഇവരെക്കാൾ കുറച്ച് ഭേദമായിരുന്നു എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. ഇതാണ് അവരുടെ സ്ഥിതി. അപ്പം ഈ വീണ ജോർജ് എന്ന് പറയുന്നതിനെ പോലെയുള്ള ആരോഗ്യരംഗത്തേക്ക് മന്ത്രിയാക്കാൻ തിരഞ്ഞെടുക്കുമ്പോൾ എത്ര പ്രഗത്ഭന്മാരിവിടെ ഉണ്ടായിരുന്നു. എനിക്കറിയാവുന്ന രവീന്ദ്രനാഥ് ഇപ്പം അങ്ങനെ MLA പോലും ആക്കിയില്ല. അവിടെ പുതുക്കാട് MLA നമ്മുടെ കരിമണൽ പട്ടാളിയെ രവീന്ദ്രനാഥ് അങ്ങനെ ആക്കിയില്ല. എത്ര പേരെ താഴ്ഞ്ഞ് കൊണ്ടുവന്നു. പ്രദീപ് കുമാറിനെ ആക്കിയ കോഴിക്കോട് മന്ത്രിയാക്കാൻ പോയില്ല. ഏറ്റവും കഴിവ് കുറഞ്ഞവരെ തന്നെ സെലക്ട് ചെയ്ത് മന്ത്രിസഭയെ കൊണ്ടുവന്നു. അപ്പോൾ കഴിവ് കുറഞ്ഞവർക്കുള്ള അന്വേഷണത്തിൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കൊടുത്തപ്പോൾ ആദ്യം ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ 1ാം റാങ്ക് കിട്ടി വീണ ജോർജിനാണ് ആരോഗ്യവകുപ്പിലേക്ക് കിട്ടിയത്. കഴിവ് കുറഞ്ഞവരെ മാത്രമേ പിണറായി വിജയൻ അപ്പോയിൻ്റ് ചെയ്യുള്ളൂ. കാരണം റിയാസിന് ഭീഷണിയാകുന്ന കഴിവ് പ്രകടിപ്പിച്ചൊരു മന്ത്രി ഉണ്ടാകാൻ പാടില്ല. അത് തീരുമാനിച്ച കാര്യമാണ്. M.M. മണിയാകാം, ഒരു കുഴപ്പമില്ല, അങ്ങനെയുള്ളവർ ആരും ആകാം. പക്ഷേ കഴിവുള്ള ആരും ആകാൻ പാടില്ല. എത്ര പേരുണ്ടായിരുന്നു? ആരെങ്കിലും ആക്കിയോ? MP രാജേഷിനും P രാജീവിനാക്കെ അവർ അഴിമതി കുരുക്കിൽപ്പെട്ട് അനങ്ങാമല്ലാതെ ആയപ്പന്നെ ആക്കുന്നത്. ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടാൻ പറ്റത്തക്ക രീതിയിൽ നേരെ പിണറായിയുടെ മുഖത്ത് നോക്കി സംസാരിക്കാത്ത ആൾക്കാരെ മാത്രം വെച്ചു. ബാലഗോപാലൻ എന്തുകൊണ്ടാക്കിയെന്നറിയില്ല. അത് അതിന് പിന്നെ കാരണങ്ങൾ പിന്നെ തെളിയും. അപ്പം ഇതാണ് ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ ദിവസം നടന്ന ഈ ആരോഗ്യവകുപ്പിലെ അനാസ്ഥ. അത് ഒരു കെട്ടിടങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടോ ലാബ് ഉണ്ടാക്കിയത് കൊണ്ടോ ആകുന്നില്ല. സാധാരണക്കാരൻ്റെ കണ്ണീര് തിരിച്ചറിയാൻ കഴിയുന്ന ആരാളായിരിക്കണം ഡോക്ടർ. ആ ഡോക്ടറെ ഭരിക്കുന്ന ആ മന്ത്രിയും അതേപോലെ ഹൃദയശുദ്ധിയുള്ളതായിരിക്കണം, തുറന്ന ഹൃദയമുള്ള ആളായിരിക്കണം. ഒരു മനുഷ്യൻ്റെ കണ്ണുനീര്, ഒരു വിധവയായി പോകുന്ന ഒരു സ്ത്രീയുടെ കണ്ണുനീര്, കത്രിക വയറ്റിലിട്ടുകൊണ്ട് വർഷങ്ങളോളം ഒരു വേദന തിന്ന് ജീവിച്ച ഒരു സ്ത്രീയുടെ കണ്ണുനീര്, ഒരു നിലത്ത് ഓക്സിജൻ കിട്ടാതെ നിലത്ത് കിടന്ന് മരണപ്പെടേണ്ടി വരുന്ന ഒരാളുടെ കണ്ണുനീര്, അതേപോലെ വലിയ ചികിത്സ തേടി തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ എത്തുമ്പോൾ അവിടെ ഒരു ചികിത്സ പോലും കിട്ടാതെ ഞാൻ മരണത്തിലേക്ക് പോവുകയാടാ എന്ന് സ്വന്തം സുഹൃത്തിനോട് പറയുന്ന ആ വീട്ടുകാരുടെ കണ്ണുനീര്, അതിൻ്റെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീര് കാണാൻ കഴിയാത്ത ഒരു ആരോഗ്യമന്ത്രിയല്ല. അവർ വല്ല പട്ടാള മേധാവിയോ വല്ലതും ആകുന്നതായിരിക്കും അവർക്ക് ഇതിലേക്കാട്ടും നല്ലതെന്നാണ് കരുതുന്നത്. കാരണം ഹൃദയത്തിൽ അല്പമെങ്കിലും നനവ് ഈ സ്ത്രീക്ക് ഉണ്ടാവണം എന്ന് മാത്രമാണ് ഈ ചർച്ചയിലൂടെ. ഒരു കാര്യം കൂടെ എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. താങ്കൾ കേരളം മുഴുവൻ യാത്ര ചെയ്യുന്നൊരു പത്രപ്രവർത്തനം കൂടിയാണ്. ഇനി ഒരു ദിവസം സമയം കിട്ടുമ്പോൾ കാസർഗോഡ് മുതൽ നല്ലൊരു ഫോട്ടോഗ്രാഫറെയും കൂട്ടി തിരുവനന്തപുരം വരെ കാറിൽ യാത്ര ചെയ്യുക. ഓരോ സൈഡോടും 10 കിലോമീറ്റർ ഇടവിട്ടെങ്കിലും ഓരോ പോസ്റ്റർ കാണും. ചികിത്സാ സഹായം തേടുന്നു. ഹാർട്ടിൻ്റെ ഓപ്പറേഷന്, തലയുടെ ഓപ്പറേഷന്, മുട്ടുമാറ്റി വയ്ക്കാൻ, ഡയാലിസിസിന്, രക്തം മാറ്റി വയ്ക്കാൻ, ഇങ്ങനെയുള്ള പല സഹായത്തിന് വേണ്ടിയുള്ള അപേക്ഷകൾ പൊതുജനങ്ങളിൽ നിന്നും ഭിക്ഷ പിരിക്കുന്നതിന് തുല്യമായ ബോർഡുകൾ കാണുമ്പോൾ ഒന്ന് വിചാരിച്ചു, നമ്മുടെ ആരോഗ്യരംഗം തകർന്ന് കിടക്കുന്ന ഒരു സേഫ്റ്റി ടാങ്ക് പോലത്തെ ഒരു സംവിധാനമാക്കി മാറ്റിയെടുക്കാനേ, രോഗികൾക്ക് പ്രയോജനം ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമില്ലാതെ മാറ്റിയെടുക്കാൻ മാത്രമേ വീണ ജോർജിന് സാധിച്ചുള്ളൂ. ഇത് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്തൊരു ചർച്ചയുമായി ഞങ്ങൾ വീണ്ടും കടന്നു വരും. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.